Hi ഹലോ, dears, അപ്പോൾ ഇന്ന് അപ്പോൾ പുതിയൊരു വീഡിയോ അപ്ലോഡ് വീഡിയോയിലേക്ക് ആക്കിയിട്ടുണ്ട്. എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ഇന്ന് ചെക്ക് നമ്മൾ ചെയ്യുക. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് തിയറീസ് ഓഫ് ലേണിംഗ് ലേണിംഗ്, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് അപ്പോൾ ലേണിംഗ്, നമ്മുടെ ആ ഒരു റെയിൽവേ ഏരിയയിൽ നിന്നാണ് എക്സാമിനായാലും സിമ്പിളായിട്ട് CTET, പോയിന്റ് CTET വൈസ് പോലത്തെ എല്ലാ പറയുകയാണ്. അപ്പോൾ എക്സാമിനും എല്ലാവരും ചെക്ക് സൈക്കോളജിയിൽ ചെയ്യുക. നിന്ന് ചോദിക്കുന്ന ഒരു മേജർ ഏരിയയാണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ലേണിംഗ്. അപ്പോൾ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ലേണിങ്ങിൽ ഫസ്റ്റ് കൈൻഡ് ഓഫ് ഫാക്ടർ എന്ന് പറയുന്നതാണ് ലേണർ റിലേറ്റഡ് ഫാക്ടേഴ്സ്. അതായത് നമ്മുടെ ആരാണോ ലേൺ ചെയ്യുന്നത് അവരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഫാക്ടേഴ്സ്. അതിൽ ഒന്നാമതായിട്ട് വരുന്നതാണ് ഇൻ്റലിജൻസ് ലെവൽ. നമ്മൾ ഓരോരുത്തരുടെയും ഇൻ്റലിജൻസ് ലെവൽ വ്യത്യാസപ്പെട്ടിരിക്കും. അത് അനുസരിച്ച് അവരുടെ അവർ എങ്ങനെയാണ് ലേൺ ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ആ ഫാക്ടർ വേരി ചെയ്യും. രണ്ടാമത്തത് ലേണിംഗ് സ്റ്റൈൽ. അതായത് ചിലവർക്ക് പല കൈൻഡ് ഓഫ് പേഴ്സൺസ് ആയിരിക്കും ഉള്ളത്. അതായത് വിഷ്വലി കുറച്ച് പ്രശ്നമുള്ളവരുണ്ടാവും, ഹിയറിംഗ് ഇംപെയർഡ് ആയിട്ടുള്ളവരുണ്ടാവും, കുറച്ച് ADHD പോലത്തെ കാര്യങ്ങളുള്ളവരുണ്ടാവും. അത് മൂന്നാമത്തെ ഫാക്ടറാണ് മോട്ടിവേഷൻ ആൻഡ് ഇൻട്രസ്റ്റ്. അതായത് ഓരോരുത്തർക്കും നമുക്ക് സെൽഫ് മോട്ടിവേഷൻ കിട്ടുന്നതും മറ്റുള്ളവരിൽ നിന്ന് കിട്ടുന്നതും ആയിട്ടുള്ള മോട്ടിവേഷനും വ്യത്യസ്ത തരത്തിലുള്ളവരായിരിക്കും. അപ്പോൾ ആ ഒരു മോട്ടിവേഷൻ ആൻഡ് ഇൻട്രസ്റ്റ്, നമുക്ക് എത്രത്തോളം ഇൻട്രസ്റ്റ് ഉണ്ടോ ആ ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റ് ലേൺ ചെയ്യാൻ, അത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. നെക്സ്റ്റ് വൺ